വളരെ വളരെ കഷ്ടം പിണറായി വിജയ. എന്താ അല്ലേ, നിങ്ങൾക്ക് വയസ്സായി, നിങ്ങൾക്കും വയസ്സായി, ഗോവിന്ദ മാസ്റ്ററിനും വയസ്സായി, വിദ്യാഭ്യാസ മന്ത്രിക്കും വയസ്സായി. അതാണ് പ്രശ്നം. നിങ്ങൾ വയസ്സന്മാർ ഒരു പ്ലാൻ ഇടുമ്പോൾ അത് സക്സസ് ആവുന്നില്ല. അതാണ്, അതായത് എന്തെന്നാണ് നിങ്ങൾ കാണിക്കുന്നത്. പിണറായി വിജയനും സംഘവും PR കൊടുത്തുകൊണ്ട് ഇന്നലെ ഒരു വൃത്തികേട് ചെയ്തിട്ടുണ്ട്. തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതിപ്പോൾ പൊട്ടിച്ചു തരാം, സൈഡിൽ വെച്ച് തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാന കാര്യം ഒന്ന്, പിണറായി വിജയൻ്റെ PR-നെ ഞാൻ തെളിവ് സഹിതം പൊളിക്കാം. അതിനുശേഷം ഒരു പയ്യന് ഷാഫി പറമ്പിലിനെ തെറി വിളിച്ച് വന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഷാഫി പറമ്പിലിനെയാണ് തെറി വിളിച്ചത്, ഒരു കാരണവുമില്ലാതെ. ആ പയ്യനുള്ള ചുട്ട മറുപടി ഞാൻ കൊടുക്കാം, അവൻ പറയുന്ന കാര്യം സൈഡിൽ വെച്ചുകൊണ്ട്. അതിനുശേഷം മറ്റൊരു പയ്യന് 2026 LDF വിജയിക്കുകയാണെങ്കിൽ മുടി മൊട്ടയടിക്കും, താടിയെടുക്കും, മീശ വടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതും ഞാൻ സൈഡിൽ വെച്ച് തരാം. പിന്നീട് സിദ്ദീഖ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യം PR-ൻ്റെ എന്തൊന്നാണ് പിണറായി. എൻ്റെ പൊന്നു പിണറായി, ഒരു കാര്യം പറയുകയാണ്. നിങ്ങൾ വോട്ട് പിടിക്കേണ്ടത് ജനങ്ങൾക്ക് നല്ലത് കൊടുത്തിട്ടാണ്. അല്ലാതെ നിലവിൽ നിങ്ങൾ കള്ളഗർഭം കൊണ്ടുവരിക, കുറേ പൈസ കൊടുത്ത് നിങ്ങളെ പൊക്കി പറയുക, എന്താണിത്? അപ്പോൾ ഇന്നലെ ശിവൻകുട്ടിക്ക് ഒരു ഫോൺ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു കോൾ വന്നത്. ഓക്കെ, നമുക്ക് ആ ഒരു ഫോൺ സംഭാഷണം ആദ്യം കേൾക്കാം. അതിനുശേഷം അത് എങ്ങനെയാണ് PR ആവുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഹലോ, കോഴിക്കോട് മോന്റെ പേരെന്താ? മുഹമ്മദ് ഫർഹാൻ. മുഹമ്മദ് ഫർഹാൻ. ആരെ വിളിച്ചത്? കേരളത്തിന്റെ ആ, വിദ്യാഭ്യാസ മന്ത്രിയല്ലേ? കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയല്ലേ? വിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി. ഓക്കെ, വിദ്യാഭ്യാസ മന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ സാധാരണയായി ഫോണിൽ സംസാരിക്കുമ്പോൾ ക്യാമറ വെച്ചിട്ടാണോ സംസാരിക്കുന്നത്? സാധാരണയായി ഫോണിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ മൈക്ക് വെച്ചിട്ടാണോ സംസാരിക്കുന്നത്? അതായത് ഒരു ഹലോ പറയുന്നതടക്കം സ്ക്രീനിൽ കാണുന്നുണ്ട്. അതായത് ഇത് സ്ക്രിപ്റ്റ് അല്ലേ? ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നത് പോലെ സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ക്യാമറ വെക്കുന്നു, അതിനുശേഷം നീ എന്നെ വിളിക്ക്, ഇങ്ങനെ പറയിപ്പിക്കുന്നു അല്ലേ? അല്ലെങ്കിൽ ഒരു നോർമലായി ഫോണിൽ സംസാരിക്കുന്നത്, അതായത് നോർമലായി ഫോണിൽ സംസാരിക്കുന്നത് റെക്കോർഡായി വന്നെങ്കിൽ ഓക്കെ, ശിവൻകുട്ടി പറഞ്ഞത് ശരിയെന്ന് നമുക്ക് പറയാം. അതായത് ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ ശിവൻകുട്ടി ഇരിക്കുമ്പോൾ മൈക്കൊക്കെ സെറ്റാക്കിയ സമയത്ത് ഒരു കുട്ടി ശിവൻകുട്ടിക്ക് വിളിക്കുന്നു. ഇത് ഞങ്ങൾ വിശ്വസിക്കണോ? ശിവൻകുട്ടി, ഇത് മലയാളികളാണ്. നിങ്ങൾക്ക് വയസ്സായത് കൊണ്ടാണ് ഇങ്ങനത്തെ പ്ലാനുകൾ നിങ്ങൾ വരക്കുന്നത്. എന്തായാലും എന്താണ് കുട്ടിയോട് ശിവൻകുട്ടി പറഞ്ഞത് നമുക്കൊന്നായിട്ട് കേൾക്കാം. ഓക്കെ. ഇത് കോഴിക്കോട് മേപ്പയൂർ പഞ്ചായത്ത് നിന്നാണ്. മോന്റെ പേരെന്താ? മുഹമ്മദ് ഫർഹാൻ. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? ഓ, ഇവിടെയാണ് പ്രശ്നം. അതായത് മുഹമ്മദ് ഫർഹാനാണ് വിളിച്ചത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? CPM തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽക്കാൻ കാരണം മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ CPM-ന് കിട്ടിയില്ല. അതിനുവേണ്ടി കളിക്കുന്നതാണ്. അതായത് ഈ വീഡിയോ കുറേ പേര്, മില്യൺ കണക്കിന് ആൾക്കാരാണ് ശിവൻകുട്ടിയുടെ ഈ വീഡിയോ കണ്ടത്. അപ്പോൾ കുറേ പേര് വിചാരിക്കും, ആ കുട്ടികളോട് എന്തൊരു സ്നേഹമാണ് ഇങ്ങേർക്ക്, ഈ LDF പാർട്ടിക്ക് കുട്ടികളോട് എന്തൊരു സ്നേഹമാണ്. പോരാത്തതിനിവിടെ പേരായി പറഞ്ഞത് ഫർഹാനാണ്. അപ്പോൾ കുറേ മുസ്ലിം സമൂഹം വിചാരിക്കുമല്ലോ, ഈ സർക്കാർ എന്തൊരു കെയറിംഗ് ആണ്, മുസ്ലിമായ ഒരു പയ്യൻ വിളിക്കുമ്പോൾ എന്തൊരു കെയറിംഗ് ആണ് കൊടുത്തത്, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ വോട്ട് ഇക്കുറി LDF-ന് ഇടാം, അങ്ങനെ വിചാരിക്കുമല്ലോ. അതിനുവേണ്ടി കളിക്കുന്ന വൃത്തികേടാണ്. ഞാനൊരു കാര്യം പറയുകയാണ്, ശിവൻകുട്ടിയോട് പറയുകയാണ്. നിങ്ങൾ അതായത് ക്യാമറ വെച്ചിട്ടും മൈക്ക് വെച്ചിട്ടും ആണോ ശിവൻകുട്ടി നിങ്ങൾ ഫോണിൽ സംസാരിക്കുന്നത്? അതായത് ഞാൻ പറയുകയാണ്, ഇതൊരു പയ്യനോട് വിളിപ്പിച്ചതാണ്, പൈസ കൊടുത്ത് വിളിപ്പിച്ചതാണ്. നീ വിളിക്കണം, അതായത് പറയുകയാണ്, ഞാൻ ക്യാമറ ഒക്കെ റെഡിയാക്കിയിട്ട് ഒരു മിസ് കോൾ അടിക്കാം, അപ്പോൾ നീ വിളിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ട്. ഇതൊന്നും അൺഎക്സ്പെക്റ്റഡായി സംഭവിക്കേണ്ടതല്ലേ ഇതൊക്കെ, അല്ലാതെ ക്യാമറക്ക് മുമ്പിൽ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. 7ാം ക്ലാസ്സിൽ. 7 വരെ എത്തിയല്ലേ? എന്താ വിളിച്ച മോനെ? അവധി കാലത്ത് ക്ലാസ് എടുക്കുന്നുണ്ട്. ആരാ എടുക്കുന്നത്? ഹോ, അറിയാത്ത പോലെ നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുത്തിട്ട് ആരാ എടുക്കുന്നത്? എന്തൊരു സ്ക്രിപ്റ്റാണ് എൻ്റെ പൊന്നു ചങ്ങായിമാരെ. ഒരു കാര്യം പറയുകയാണ്, നിങ്ങളുടെ വയസ്സിൻ്റെ പ്രശ്നമാണ്. ഇപ്പം ഞാൻ കണ്ടുപിടിച്ചില്ലേ, ഞങ്ങൾ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ഒരു ഗ്രൗണ്ട് റെഡിയാക്കുമ്പോൾ, ഒരു പ്ലാൻ റെഡിയാക്കുമ്പോൾ നിങ്ങൾ PR ഒക്കെ കൊടുത്തോ, PR-ൽ നിങ്ങൾ പണിയെടുത്തോ, പക്ഷേ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്തിനാണ് നിങ്ങൾ പണിയെടുക്കുന്നത്? വളരെ വളരെ കഷ്ടമാണ് ശിവൻകുട്ടി. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. ആരാ ക്ലാസ്, ഏതൊക്കെ ക്ലാസ് എടുക്കുന്നത്? എന്തോ കുറച്ച് സമയം എടുക്കുന്നുള്ളു. അമ്മയ്ക്ക് ഇഷ്ടമാണ്, മോന് ഇഷ്ടമല്ലേ? എല്ലായിരിക്കും അല്ലേ?
ഓന് കളിക്കാൻ പോകണ്ടോ? കളിക്കാൻ പോകുന്ന അല്ല, അത് ക്ലാസ് ഒന്നും നടത്തേണ്ട കാര്യമില്ല. ഈ സമയം കളിക്കേണ്ട സമയമാണ്. ഓ, ഈ സമയം കളിക്കേണ്ട സമയമാണ്. കറക്റ്റ്, നല്ലതാണ് ശിവൻകുട്ടി പറഞ്ഞത്. എന്നാലും എൻ്റെ ശിവൻകുട്ടി ഏട്ടാ, ഇതൊക്കെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ട് എന്നറിയുമ്പോൾ, അതായത് ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ശിവൻകുട്ടി നിങ്ങൾ ഈ ചെയ്യുന്ന നെറികേട് വൃത്തികേട്. ഇതിനു മുമ്പ് നിങ്ങൾക്ക് കോൾ വന്നിട്ട് അല്ല, ഞാൻ ഷോക്കാവുന്ന ഒരു ഹലോ പറയുന്നതടക്കം ക്യാമറയിൽ പതിക്കണമെങ്കിൽ എന്തൊന്നാണ്, എന്തൊരു പ്ലാനിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ മണ്ടന്മാരാണ് നമ്മൾ വിശ്വസിക്കാൻ. ഒരു കാര്യം ഇടയ്ക്ക് പറയുകയാണ്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഓക്കെ, 100 കേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കണം, കുറച്ചാണ് 100 കെ ആവാനുള്ളത്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. മോന് കൊടുക്ക്. സ്കൂൾ എന്റെ പേര് പറയരുതേ. സ്കൂളിൽ മോന്റെ പേര് പറയുന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾ കേട്ടോ ചിരിക്കുന്നതടക്കം. എന്തൊന്നാണ് ശിവൻകുട്ടി, ആ പേര് പറയില്ല എന്ന് പറഞ്ഞ് പേര് പറയുകയാണ്. ഇതൊക്കെ പ്ലാനിൻ്റെ ഭാഗമാണ്. നീ ഇങ്ങനെ എൻ്റെ പേര് പറയണ്ടെന്ന് പറയണം, അപ്പോൾ ജനങ്ങളിത് റിയൽ എന്ന് വിശ്വസിക്കുമല്ലോ. എന്തൊരു ബുദ്ധിയാണ് ശിവൻകുട്ടി. പക്ഷേ അതൊക്കെ കഴിഞ്ഞ്, ഇതൊക്കെ 2002 2003 ആണെങ്കിൽ ഓക്കെ. ഇപ്പോൾ ഈ ബുദ്ധിയൊന്നും നടക്കൂല എൻ്റെ ശിവൻകുട്ടി. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. എന്നാലും നിമ്മി പറഞ്ഞ് നിന്റെ ഒരു കൂട്ടുകാരനോട് മന്ത്രി സംസാരിച്ചു, ക്ലാസ് എടുക്കാൻ പാടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു എന്ന് പറയുക കേട്ടോ. നിന്റെ പേര് പറഞ്ഞ പ്രശ്നമേ ഇല്ല കേട്ടോ. പക്ഷേ കളിയോടൊപ്പം തന്നെ പഠിത്തം വേണം കേട്ടോ. അവൻ മിടുക്കൻ. ആ കുട്ടിക്ക് എന്തായാലും 5 ലക്ഷം റുപ്യ കിട്ടിയിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. എന്താണല്ലേ ക്യാമറക്ക് മുമ്പിൽ ശിവൻകുട്ടി നിങ്ങൾ ശിവൻകുട്ടീനൊരു പാട്ട് ഇറക്കണം. ആരും പോവല്ലേ. ഷാഫി പറമ്പിലിനെതിരെ ഒരു യുവാവൊക്കെ വന്നിട്ടുണ്ട്, അതിന് ഞാൻ ചുട്ട മറുപടിയൊക്കെ കൊടുക്കാം. നമുക്ക് എന്തായാലും ശിവൻകുട്ടി പറയുന്ന മൊത്തത്തിൽ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, പഠിക്കുന്നുണ്ടോ നീ? കളിയാണോ? ശരി. കുട്ടികൾ കളിക്കുക, 7ാം ക്ലാസ്സിൽ പഠിക്കും, കളിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ എപ്പോഴും അവനെ ട്യൂഷൻ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ ശരി എന്നാ. ശരി. എന്തൊരു കെയറിംഗ് ആണ് ശിവൻകുട്ടിക്കല്ലേ. അല്ല ശിവൻകുട്ടി, 10 വർഷമായല്ല, ഇതിപ്പോൾ ഭരണം തീരാൻ 2 മാസം ബാക്കി. നിങ്ങളെ ഈ സ്നേഹമൊക്കെ മുമ്പ് എവിടെ പോയി നിങ്ങളെ സ്നേഹമൊക്കെ? എൻ്റെ പൊന്നു ശിവൻകുട്ടി, ഒരു കാര്യം പറയുകയാണ്, ഇതൊക്കെ ഗ്രൗണ്ടിൽ നടക്കാത്ത കേസാണ്. നിങ്ങൾ കോൺഗ്രസിനെ കണ്ടുപാടി ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂടത്തിലുമൊക്കെ എങ്ങനെയാണ് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത്, അങ്ങനെ ഗ്രൗണ്ടിൽ ഇറങ്ങണം നിങ്ങൾ. അല്ലാതെ നിങ്ങൾ ചെയ്യുന്നത് കള്ള കേസും അങ്ങനത്തെ അത് നടക്കൂല. അത് പണ്ടാണ് ശിവൻകുട്ടി, ഇപ്പം നടക്കൂല. അതായത് ശിവൻകുട്ടി ഇതിലിപ്പോൾ എന്തെങ്കിലും കുറച്ച് വോട്ട് എൽഡിഎഫിന് കിട്ടും, അത് ഉറപ്പാണ്. ഇപ്പം ഞങ്ങളെപ്പോലുള്ള ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്താൽ 4 ആളിലേക്ക് എത്തും. ഇല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കുന്നത് എന്താണ്, അത് റിയൽ ആയിട്ട് വിളിച്ച ഫോണാണ്, അങ്ങനെ നടന്നു എന്നാണ്. അതാണ് ഇങ്ങനെ പ്രതികരിക്കും. ഇപ്പം ഞങ്ങളെപ്പോലുള്ളവർ വീഡിയോ ഇടുമ്പോൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്നെങ്കിൽ യുവമാർ ചെയ്യുന്ന വൃത്തികേട് 4 ആളിലേക്ക് എത്തും. ഇതൊക്കെ സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാണ്. ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കണമെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. ഇപ്പോൾ എനിക്കാരെങ്കിലും വിളിക്കണമെങ്കിൽ അത് അൺഎക്സ്പെക്റ്റഡായി സംഭവിക്കുന്നു. ഓൾറെഡി റെക്കോർഡ് ഓൺ ആക്കിയിട്ട് സംസാരിക്കുന്നെങ്കിൽ 4 ആളിലേക്ക് എത്തും. ഇത് ക്യാമറക്ക് മുമ്പിലൊന്നും ഇതൊക്കെ ഒരു ഹലോ മുതൽ അവസാനം വരെ വരണമെങ്കിൽ എന്താണ്, നമ്മൾ ചോറല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഷാഫി പറമ്പിലിന് ഒരു യുവാവ് കുറച്ച് കൊടുക്കുന്നുണ്ട്. ആ യുവാവിന് ഞാൻ അതിന് ശക്തമായ മറുപടി, യുവാവിന് കുറച്ച് സംശയമുണ്ട്, അതിന് സംശയമൊക്കെ ഞാൻ തീർത്തു കൊടുക്കാം. ഓക്കെ, ഷാഫി പറമ്പിൽ MP എവിടെയെന്ന് ആർക്കെങ്കിലും അറിയോ? വടകരയിലാണ്. വടകരയിൽ, വേറെ എവിടെയും അല്ല മോനെ, വടകരയിലാണ്. ഓക്കെ, കേട്ട് നോക്കാം. കർണാടക കോൺഗ്രസ് സർക്കാർ ഒരു ബുൾഡോസർ രാജി നടപ്പാക്കിയിട്ട് ഒരു അഭിപ്രായം പറയാനോ നിലപാട് സ്വീകരിക്കാനോ താങ്കളെ കണ്ടിട്ടില്ല. എവിടെയാണ്? അല്ല, കർണാടകയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഷാഫി പറമ്പിൽ പ്രതികരിക്കണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അപ്പോൾ ചങ്ങായി ഇത്രയും പറഞ്ഞത് കൊണ്ട് ഞാനൊരു കാര്യം പറയുകയാണ്. എന്താണ് കർണാടകയിൽ നടന്നത്? അതായത് കർണാടകയിൽ പ്രശ്നം, നേപ്പാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും കുറേ ആൾക്കാർ വരുന്നുണ്ട്. അതിനുശേഷം രാജസ്ഥാന്, ഇന്ത്യയിലുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കുറേ ആൾക്കാർ വന്നിട്ട് കർണാടകയിൽ ഒരു സ്ഥലത്ത് അവർ തന്നെ സ്വന്തമായി വീട് വെക്കുകയാണ്. അവരെ പേരുള്ള സ്ഥലമൊന്നുമല്ല, അവർ തന്നെ വീടും വെച്ചിട്ട് അവർ തന്നെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ സാധാരണക്കാരായ കർണാടക, ഇപ്പം നമ്മൾ കേരളത്തിലുള്ള അങ്ങനെ കർണാടകയിലുള്ള ജനങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ കർണാടക സർക്കാർ എന്താണ് പറഞ്ഞത്? ആ ബുൾഡോസറിൽ തകർന്ന എല്ലാവർക്കും, അതായത് കർണാടക ആധാർ കാർഡും കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാവർക്കും ഫ്ലാറ്റ് കൊടുക്കും, അല്ലാതെ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നവർക്ക് 5 ലക്ഷം കൊടുക്കും എന്ന് പറഞ്ഞു. അത് ഈ മോനും കേട്ടില്ലേ മോനെ നീ? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. അതിന് താങ്കൾക്ക് എവിടെ അഭിപ്രായമല്ലേ? ബാബരി മസ്ജിദ് വിഷയത്തിലും പാലസ്തീൻ വിഷയത്തിലും RSS ജാർഖണ്ഡ് സ്വദേശി എന്നിട്ട് പാലക്കാട് ഒരുത്തന്നെ തല്ലി കൊന്നപ്പോഴും താങ്കൾക്ക് അഭിപ്രായമില്ല, നിലപാടുമില്ല. എടാ, ഇവനെ നായിന്ന് ഞാൻ വിളിക്കുന്നില്ല, ഞാൻ റെസ്പെക്റ്റ് കൊടുക്കുകയാണ്. കുറച്ച് വലുതായ കുറച്ച് എന്നെക്കാട്ടും വലിയ ഒരാളാണ്. എടാ പൊന്നെ, ഷാഫി പറമ്പിലിന് ഇൻസ്റ്റഗ്രാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ,
അതായത് ഫലസ്തീൻ വിഷയത്തിലും ബാബരി മസ്ജിദ് വിഷയത്തിലും എല്ലാ വിഷയത്തിലും, അതായത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഹൈന്ദവന് നേരെ ഒരു ആക്രമണം നടക്കുകയാണെങ്കിലും, ക്രിസ്ത്യാനിക്ക് നേരെ ആക്രമണം നടക്കുകയാണെങ്കിലും, മുസ്ലിമിന് നേരെ ആക്രമണം നടത്തുകയാണെങ്കിലും ഷാഫി പറമ്പിൽ പ്രതികരിക്കുന്നുണ്ട്. ഈ ചങ്ങായി ഒരു ബോധമില്ലാത്ത ചങ്ങായിയാണ്, വെറുതെ പറയുകയാണ്. കമ്മിയോ അല്ലെങ്കിൽ ആ കമ്മിയാണാൻ സാധ്യത. ഓക്കെ, എങ്ങനെയെങ്കിലും 4 വോട്ട് കമ്മിക്ക് കിട്ടണമെന്നാണ് കമ്മികൾ കളിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കി കൂടി കേട്ട് നോക്കാം. കാപട്യത്തിന്റെ പേരാണ് ഷാഫി പറമ്പിൽ നിന്ന്. പണ്ട് MLA ആയിരിക്കുന്ന സമയത്താണ് പാലക്കാട് നഗരസഭയിൽ കാവി പതാക കണ്ട് പതപ്പിച്ചപ്പോൾ മുണ്ടാണ്ടിരുന്ന ആളാണ് ഈ ഷാഫി പറമ്പിൽ. എന്തെന്നാണ് നീ പറയുന്നത്? പണ്ടത്തെ കാര്യം നിനക്ക് സ്വയം ഉണ്ടോ? അതായത് ഞാനൊരു കാര്യം പറയുകയാണിപ്പോൾ, മുസ്ലിം ലീഗുകാർക്ക് പച്ചക്കൊടി ഉയർത്തുന്നുണ്ട്, LDFക്കാർ ചുവന്ന കൊടി ഉയർത്തുന്നുണ്ട്, BJPക്കാർ മറ്റേ കൊടി ഉയർത്തുന്നുണ്ട്. അത് നമ്മൾ അതിനെ ആ സെൻസിൽ കാണണം. ഇപ്പം നമ്മളിപ്പോൾ ഒരു കോൺഗ്രസ്സുകാർ CPMകാർ ഫ്ലാഗ് ഉയർത്തണ്ടെന്ന് പറയുന്നത് എന്തെങ്കിലും പറയുന്നൊരു അർത്ഥമുണ്ടോ? പാർട്ടിപരമാകുമ്പോൾ അവരും ആഘോഷിക്കും, നമ്മളും ആഘോഷിക്കും. ഞാൻ പേഴ്സണലി ഒരു കോൺഗ്രസ്സുകാരനാണ്. ഞാൻ കോൺഗ്രസ് ചെയ്യുന്ന നല്ലതും പറയുന്നുണ്ട്, ചീത്തയും പറയുന്നുണ്ട്. പക്ഷേ ഞാൻ LDFക്കാർ അവരുടെ ഫ്ലാഗ് ഇതാക്കണ്ട, മറ്റേതാക്കണ്ട, മറിച്ചതാക്കണ്ട എന്ന് പറയുന്നത് എന്തർത്ഥമാണത്? നിനക്ക് ബോധമുണ്ടോടോ? ഓക്കെ, ബാക്കിയും കൂടി കിടന്നു നോക്കാം. ഒരു വിവരമില്ല. അപ്പൊ ഏതെങ്കിലും അടുക്കളയിൽ കയറി റീൽ ഇടുന്നുണ്ടാവും. ചിലവരെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ മൊത്തം സംരക്ഷണം ഷാഫിയുടെ കഷ്ടത്തിന്റെ അകത്താന്ന് വിചാരിക്കും. ഇയാളാ ഷാഫി പറമ്പിൽ ആരെന്ന് നിനക്കറിയോ? MP ആണ്. അദ്ദേഹത്തിന് എത്ര തിരക്കുണ്ടെന്ന് നിനക്കറിയോ? അദ്ദേഹം CPMകാരെ പോലെ കള്ള MP MLA അല്ല. CPMകാർ ജയിച്ചാൽ വീടിനുള്ളിൽ കുത്തിരിക്കുകയാണ്, അങ്ങനെയല്ല. ഇദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്, വടകരയിൽ പാവങ്ങളെ സഹായിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് തിരക്കുണ്ടാവും. അതായത് അങ്ങനെയുള്ളവർ ഈ ചങ്ങായി പറഞ്ഞ് വീട്ടിനുള്ളിൽ റീൽ ചെയ്യുമെന്നാണ്. ഷാഫി പറമ്പിൽ ഒരു മാസത്തിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താലായി. ഷാഫി പറമ്പിൽ എത്ര പുണ്യപ്രവൃത്തി ചെയ്യുന്നുണ്ട്. അതൊന്നും ഷാഫി പറമ്പിൽ വീഡിയോ ചെയ്യുന്നില്ല. CPMകാരാകട്ടെ ഒരു വർഷത്തിൽ ഒരു പുണ്യമായ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ 10 വീഡിയോ അപ്ലോഡ് ചെയ്യും അതിനെക്കുറിച്ച്. അതൊന്നും എൻ്റെ കണ്ണിൽ കാണുന്നില്ലടാ. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഞങ്ങൾക്ക് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അപ്പൊ പറയും ഞങ്ങൾക്ക് 1.5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷം ഉണ്ടെന്ന് പറയും. നിലപാട് എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഒരു ബുക്കിൽ ഒരു 10-100 തവണ എഴുതി പഠിച്ചാൽ പോലും അക്ഷരം തെറ്റാതെ എനിക്ക് എഴുതാൻ പറ്റില്ല ഷാഫിയെ. എടാ നീ കോമഡി പീസാണടാ നീ. സത്യം പറഞ്ഞാൽ 2025 ഏറ്റവും അവസാനത്തെ കോമഡി പീസായിട്ടാണ് ഈ സാധനത്തിന് എനിക്ക് തോന്നുന്നത്. എടാ നീ കളിക്കുന്നത് ഷാഫിയോടാണ്. ആരാണ് ഷാഫി എന്തൊക്കെ ചെയ്യുന്നത്? നിനക്ക് എന്തെങ്കിലും ബോധമുണ്ടോടോ? നീയൊക്കെ എന്താണ്? നീ എന്തിനു സ്വയം നാറുന്നത്? എനിക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ വായിക്കുന്നില്ല. വായിച്ചാൽ നമ്മുടെ ചാനലിൻ്റെ വില പോകും, അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അരുൺ കുമാർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് വെക്കാം. അത് വെക്കുന്നതിന് മുമ്പ് ഒരു പയ്യന് LDF ജയിച്ചാൽ മൊട്ടയടിക്കും എന്തൊക്കെയോ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഇത് ഫുള്ളായിട്ട് കേൾക്കണ്ടല്ലോ, ഫുള്ളായിട്ട് കേൾക്കണം. 3ാം തവണയും LDF സർക്കാർ തന്നെയാണ് ഭരണത്തിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ എന്റെ മുഖത്തുള്ള ഈ താടിയും മീശുണ്ടല്ലോ, ഇത് ഞാൻ അങ്ങോട്ട് പഠിക്കും. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല്, ചില ആൾക്കാരെ തെറ്റിദ്ധാരണയാണ് ഈ ചുവപ്പ് കൊടി പിടിക്കുന്ന എല്ലാവരോടും എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമാണ്. അത് കാരണം കൊണ്ടാണ് ഓനെ അതിനെ എതിർത്തുകൾ മാത്രം സംസാരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ആൾക്കാരെ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ഈ ചുവപ്പ് കൊടി പിടിക്കുന്ന എല്ലാ സഖാക്കന്മാരും പിടിച്ചുകൊണ്ടല്ല ഞാൻ എതിർക്കുന്നത്. ഒരു സഖാക്കന്മാരും ഞാൻ ഇവിടെ എതിർക്കുന്നില്ല. ഞാൻ എതിർക്കുന്നത് ഈ ഒരു ഭരണത്തിനെ മാത്രമാണ് ഞാൻ ഇവിടെ എതിർക്കുന്നത്. അഥവാ ഇതോട് കൂടിയിട്ട് ഞാൻ രാഷ്ട്രീയപരമായിട്ടുള്ള വീഡിയോസ് ഇവിടെ ചെയ്യാൻ നിർത്തുകയാണ്. ഇപ്പോഴും ചെയ്യാൻ ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ചെയ്യുള്ളൂ. കോൺഗ്രസ് ആയിരിക്കും ഇനി ഭരണത്തിലേക്ക് വരില്ലേ എന്ന് ഞാൻ ഇവിടെ പറയുന്നത്. അത് പറയുന്ന കുറെ ആൾക്കാരുണ്ട്, ആ കൂട്ടത്തിൽ പെട്ട ആളാണ് ഞാൻ. പിന്നെ പല ആൾക്കാരും ഇവിടെ പറയുന്നുണ്ട് പക്ക മൂരിയാണ്, അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്നുള്ളത്. അത് ഓരോ വ്യക്തികൾക്കും വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടപ്പെടുന്ന ഓരോ രാഷ്ട്രീയം ഉണ്ടാവും. അവര് ആ ഒരു കൊടി ഇവിടെ പിടിക്കുന്നുള്ളൂ. ഏത് പാർട്ടിക്കാരും ആയിക്കോട്ടെ, ഓരോ പാർട്ടിക്കാർക്കും എത്ര പേരുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമാണ്. അപ്പൊ പല ആൾക്കാരെ തെറ്റിദ്ധാരണ. അപ്പൊ എനിക്കറിയാവുന്ന എന്റെ കൂടെ പഠിച്ചിട്ടുള്ള ആൾക്കാര്, എന്റെ നാട്ടിലുള്ള ആൾക്കാര്, എന്റെ വീഡിയോ കാണുന്ന പല ആൾക്കാര്, അങ്ങനെയുള്ള കുറെ ആൾക്കാർ എന്തുണ്ട് ഈ ചുവപ്പ് കൊടി പിടിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് എന്നിട്ട് അവരോടൊക്കെ ദേഷ്യം ഉണ്ടോ? ഇല്ലല്ലോ. ഞങ്ങളിപ്പോഴും നല്ല സൗഹൃദത്തോട് കൂടിയിട്ട് ഇവിടെ പോകുന്നുണ്ട്. ഇപ്പൊ വ്യക്തികൾ തമ്മിലല്ലല്ലോ ഇവിടെ, രാഷ്ട്രീയങ്ങൾ തമ്മിലല്ലേ. അപ്പൊ രാഷ്ട്രീയപരമായി കണ്ട് ഈ ഇലക്ഷൻ കഴിയുന്നത് വരേക്കും ഇതിന്റെ അവസാനത്തെ വീഡിയോ ആണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഞാൻ അതിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യുന്നത്. അഥവാ കോൺഗ്രസ് ഭരണത്തിലേക്ക് വരും എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം അത് വിശ്വാസമുള്ള ആൾക്കാരുണ്ട്, വിശ്വാസം ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം 3ാം തവണയും വീണ്ടും LDF സർക്കാരാണ് ഭരണത്തിൽ വരുന്നുണ്ടെങ്കിൽ ഈ താടി മീശി ഞാനിങ്ങോട്ട് പഠിക്കും. ഇയാടാ ഒരു കാര്യം പറയുകയാണ്, നീ വീഡിയോ ഇടണം. കമ്മികൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ നോക്കി എന്തല്ല കമൻറ്റ് ഇടക്കിടക്കിടക്ക് എൻ്റെ അമ്മക്കും അപ്പം എല്ലാവർക്കും വിളിക്കുന്നുണ്ട് കമ്മികൾ. നമ്മൾ പേടിച്ചാൽ വിളിക്കുന്നവർ വിളിച്ചോട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യണം. നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഒരു 10 പേരെങ്കിലും ഉണ്ടാവിടാ. 1000 ആൾക്കാർ കണ്ടാൽ 10 പേര് നമ്മളെ വീഡിയോസ് ലൈക്കും കമൻറ്റ് ഇടുന്നത്. എന്തിനാണ് പേടിക്കുന്നത്? നമ്മൾ പറയണം. നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാരാണ് പറയേണ്ടത്. കാര്യങ്ങൾ തെറ്റ് ചൂണ്ടിക്കാണിക്കണം. അതിനിപ്പോൾ തെറി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഓക്കെ, എന്തായാലും പയ്യൻ പേടിച്ച് പയ്യൻ പറയുന്നത് ഇനി ഞാൻ വീഡിയോ ഇടില്ല. അഥവാ കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ താടിയും മുടിയൊക്കെ ഞാൻ വടിക്കുമെന്നാണ്. ഓക്കെ, നമുക്ക് മറ്റേ അരുൺ കുമാർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. അതിനുശേഷം T സിദ്ദീഖിൻ്റെ പ്രസംഗമുണ്ട്,
നല്ല അടിപൊളി പ്രസംഗമാണ്, അതും കൂടി നിങ്ങളൊന്ന് കേൾക്കണം. ഓക്കെ, നാളെ ഒന്ന് ഇരുട്ടി വെളുത്താൽ പുതുവർഷമാണ്. സത്യത്തിൽ ഡിസംബർ 31 ജനുവരി 1 തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരൊറ്റ ദിവസത്തിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. എങ്കിലും നാം അത് ആഘോഷമാക്കുന്നത് നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും മോഹങ്ങളും ആശകളും നിലനിർത്താനാണ്. കഴിഞ്ഞ കാലങ്ങളിൽ സഫലമാകാത്തതെല്ലാം പുതുവർഷത്തിൽ സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ്. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന പല സ്വപ്നങ്ങളും ഈ വർഷമെങ്കിലും യാഥാർത്ഥ്യമാക്കണമെന്ന അടങ്ങാത്ത നിശ്ചയദാർഢ്യത്തിലാണ്. കലണ്ടർ മാത്രമേ മാറുന്നുള്ളൂ എന്ന് പറയുന്നവരോട് പറയുക, പ്രതീക്ഷയ്ക്കും ആഗ്രഹങ്ങൾക്കുമൊപ്പം കഠിനാധ്വാനം ചേർന്നാൽ അത് ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. നിശ്ചയദാർഢ്യത്തോടെ പുതുവർഷത്തിൽ ലക്ഷ്യങ്ങളെല്ലാം കൈവരിക്കാനായി കഠിന പ്രയത്നം ചെയ്യുക. മനസ്സിന്റെ വാതായനങ്ങളെല്ലാം തുറന്നിട്ട് നമുക്ക് വരവേൽക്കാം 2026. അല്ല മൊട്ട, 2026 ആരെ ജീവിതമാണ് നീ ഇല്ലാതാക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജീവിതം നീ ഇല്ലാതാക്കി. ഇനി നിൻ്റെ പ്ലാൻ ആരാണ്? ദയവ് ചെയ്ത് മൊട്ട ഒരു കാര്യം പറയുകയാണ്, 2026 നീ ആരുടെ ജീവിതം ഇല്ലാതാക്കേണ്ട മൊട്ട. സത്യസന്ധമായ വാർത്ത കൊടുക്കും മൊട്ട. അതായത് മൊട്ടയോട് റിക്വസ്റ്റ് ഞാൻ പറയുകയാണ് മൊട്ട, ഇനിയെങ്കിലും നീ സത്യസന്ധമായി മാത്രം വാർത്ത കൊടുക്കണം. ദയവ് ചെയ്ത്. എന്തിനാണ് മൊട്ട അതായത് കുടുംബമൊക്കെ തകർക്കുന്നത്? നിനക്ക് മരിക്കാനില്ലേ മൊട്ട? 3 ദിവസത്തെ ദുനിയാവല്ലേ മൊട്ട? അപ്പോൾ നമ്മുടെ സിദ്ദീഖിൻ്റെ ഒരു അടിപൊളി പ്രസംഗമുണ്ട്. 2-3 മിനിറ്റ് ദൈർഘ്യമാണ്. നമുക്ക് എന്തായാലും കേട്ട് നോക്കാം. നല്ല പ്രസംഗമാണ്. ഓക്കെ, സർക്കാരിന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ CPM പദ്ധതിയല്ല, അതിൽ ഞാൻ പങ്കാളിയാണല്ലോ. എൻ്റെ ഒരു ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ നടക്കും. ആ ക്യാമ്പയിൻ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. സർക്കാർ പദ്ധതി CPM പദ്ധതിയല്ല. സർക്കാർ പദ്ധതി പറയട്ടെ, ഇതൊക്കെ സർക്കാർ പദ്ധതി LDF പദ്ധതിയല്ല. സർക്കാർ പദ്ധതിയാണ്. ആ പദ്ധതിയിലേക്ക് 1 മാസത്തെ ശമ്പളം UDFന്റെ മുഴുവൻ MLA-മാരും കൊടുത്താണ്. അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ. പറയട്ടെ പറഞ്ഞു തരട്ടെ. 2, കോൺഗ്രസ് MP ആയ ശ്രീ രാഹുൽ ഗാന്ധി 100 വീടിന്റെ പണം കർണാടക സർക്കാരിനോട് കൊടുക്കാൻ പറഞ്ഞു. ആ കർണാടക സർക്കാർ പണം കൊടുത്തു. കേരളത്തിന്റെ മുഖ്യമന്ത്രി തറക്കല്ലിടലിൽ കർണാടക സർക്കാരിന്റെ പണം കിട്ടി എന്ന് അവിടെ പ്രഖ്യാപിച്ചു. 2, 3, കേരളത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ അവർ 100 വീടിന്റെ പണം കൊടുത്തു. കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ പങ്കാളികളായി. ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെതാണ്. അതിന് UDF-നും LDF-നും ഞങ്ങൾക്കും എല്ലാവർക്കും അവകാശമുണ്ട്. ഇപ്പോ പറയട്ടെ. അതിന്റെ പുറമെയാണ്, ആ ഉത്തരവാദിത്തത്തിൽ പങ്കാളിത്തം വഹിച്ചതിന്റെ പുറമെയാണ് കോൺഗ്രസ് 100 വീട് വിഭാവനം ചെയ്തത്. ആ വീട് നിർമ്മാണത്തിൽ നിന്ന് കോൺഗ്രസ് 1 ഇഞ്ച് പുറകോട്ട് പോകില്ല. ആ 100 വീടും ഉണ്ടാകും, നടപടി ഉണ്ടാവും. ഒന്ന് കേട്ടെ, ഒരൊറ്റ കാര്യം കൂടെ. ഞാൻ മെനിഞ്ഞാന്ന് മലബാർ ഗോൾഡിന്റെ ആസ്ഥാനത്തെ 2 മണിക്കൂറോളം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഹയർ എഡ്യൂക്കേഷൻ സെഗ്മെന്റിൽ പഠിക്കുന്ന 134ഓളം വരുന്ന കുട്ടികൾ. ആ 134 കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം വീഴും എന്നുള്ള ഘട്ടമെത്തിയപ്പോൾ ഞാൻ ഗവൺമെൻറ് പരാതി കൊടുത്താണ്, കളക്ടർമാരോട് ഡിസ്കസ് ചെയ്താണ്, മന്ത്രിമാരോട് പറഞ്ഞതാണ്. എല്ലാം പറഞ്ഞിട്ടും അവസാനം ഈ മക്കൾ വന്ന് കരഞ്ഞപ്പോൾ അവർക്ക് അച്ഛൻ അമ്മയും എല്ലാം പോയതാണ്. അവർക്ക് ആകെയുള്ളത് ഈ പഠനം മാത്രമാണ്. ഈ മക്കളിൽ വല്ലാതാരും മരിച്ചിട്ടില്ല. കാരണം എന്താ? അവർക്ക് പഠിക്കുന്ന സ്ഥലത്തായിരുന്നു. അമേരിക്കയിലെ നോർത്ത് വിച്ച് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഷിംറോൺ ആലക്കൽ മുതൽ MBBS-ന് ഇപ്പോൾ പഠിച്ചിറങ്ങിയതായിരിക്കും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കുട്ടി മുതൽ, അച്ഛനും അമ്മയും മരിച്ച MCA പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സാരജ് മുതൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ വിഷ്ണു മുതൽ മുഴുവൻ ചെറിയ കോഴ്സിനും വലിയ കോഴ്സിനും പഠിക്കുന്ന കുട്ടികൾ. ഒരൊറ്റ കുട്ടിയും വീണില്ല, ഒരൊറ്റ കുട്ടിയും സർക്കാർ ഏറ്റെടുത്തില്ല. മുഴുവൻ ഏറ്റെടുത്തത് മലബാർ ഗോൾഡിന്റെയും മറ്റുള്ള സ്ഥാപനങ്ങളുടെയും സഹായത്തോടു കൂടി MLA കയറാം. ഇനി 2 ദിവസം മുമ്പേ മലബാർ ഗോൾഡ് ആസ്ഥാനത്ത് പോയത് അവർ എൻ്റെ അഭ്യർത്ഥനയും എല്ലാം ഉൾക്കൊണ്ട് ഒരു ഫിനിഷിംഗ് സ്കൂൾ സ്ഥാപിച്ചു. ആ ഫിനിഷിംഗ് സ്കൂളിൽ 14 കുട്ടികളുടെ ട്രെയിനിങ് കഴിയായിരുന്നു. ഞങ്ങൾ ഇപ്പോഴും ദുരന്തബാധിത കമ്മ്യൂണിറ്റിയെ ജീവിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം. അതിജീവനം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറലല്ല. അതിജീവനം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യം വരും. ഞാൻ ചോദിക്കുന്നു, 1483 കോടി രൂപ സർക്കാരിന്റെ കയ്യിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതുവരെ ആ കടം എഴുതി തള്ളി. എന്താ പ്രശ്നം? കേന്ദ്രം തള്ളിയില്ല, സംസ്ഥാനം തള്ളിയില്ല. എന്താ പ്രശ്നം? ഒരൊറ്റ ഹയർ എഡ്യൂക്കേഷനിലെ കുട്ടിയുടെ ഉത്തരവാദിത്തം ഈ ഗവൺമെന്റ് എടുത്തില്ല. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. 10-ാം തീയതിക്ക് ശേഷം നമുക്ക് പറയാം. ഉത്തരവാദിത്തം നിർവഹിക്കൽ വീടിന്റെ കാര്യത്തിൽ മാത്രമല്ല, അവരെ വഴി നടത്താനുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. അത് നിർവഹിക്കുന്നതിൽ ഈ സർക്കാരിന് ഗുരുതര പാളിച്ചു വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ പറയേണ്ട സന്ദർഭമല്ല, അത് പറയേണ്ട സമയത്ത് പറയും. ഓക്കെ, നല്ല പ്രസംഗമാണ് സിദ്ദീഖിൻ്റെ. ഒരു കാര്യം കൂടി പറയുകയാണ്, നിങ്ങൾ എത്ര പേര് ഇവിടം വരെ കണ്ടു എന്ന് എനിക്കറിയില്ല. കണ്ടവരെന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഇടുന്ന വീഡിയോ, അതായത് പറയേണ്ട കാര്യങ്ങൾ എന്താണ് നമ്മുടെ തമ്മിൽ എഴുതിയത്, അത് ആദ്യം ഞാൻ വെക്കലുണ്ട്. അവസാന നിമിഷം, അതായത് ഇതൊക്കെ കാണുന്നവർ കുറേ ചേച്ചിമാരൊക്കെ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടി എന്താണ് നാട്ടിൽ നടക്കുന്നത് എന്ന് ക്ലിയറായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയും നമ്മൾ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. നിങ്ങളൊന്ന് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കണേ. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.